ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ലേ. എന്നാലൊരു സിനിമയുടെ പാട്ട് മാത്രം കണ്ടിട്ട് ആ ഒരു സിനിമ കാണുന്നത് ഒരുപാട് ആഗ്രഹം തോന്നി. രാത്രി തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്ത് പോകുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ അറിയില്ല. എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് വൈകിപ്പോയൊരു വ്ളോഗാണ്, ന്യൂ ഇയറിന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെങ്കിലും ഇതാ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, എന്താണെന്നറിയില്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊരു സിനിമ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നുന്നത്. സാറ്റർഡേസ് എന്ന് പറയുന്നത് പൊതുവേ തിരക്കുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്. രാത്രി 10 മണിയുടെ ഷോ ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കേതിന് ബസ്സിൽ കയറണം. പിന്നെ ഒന്നും നോക്കിയില്ല, കേതിനും അച്ഛനും കൂടെ നേരെ ബസ്സിൻ്റെ മേളിൽ തന്നെ കയറി ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ തവണ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു റൈഡ് ഉള്ളതാണ്. ഇത്തവണത്തെ റൈഡ് കേതിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ, ഞാനല്ല പോയിരിക്കുന്നത്. അവർ ബസ്സിൽ പോയ സമയത്ത് നമ്മളിതാ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് അതുപോലെ തന്നെ ഉണ്ട്. എന്താണെന്നറിയില്ല, എല്ലാവരും പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. എന്താ ഇവിടെ ഇത്ര ഫോട്ടോ എടുക്കാനുള്ളതെന്ന് നോക്കി അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നമുക്ക് പറ്റിയ കാര്യമല്ലെന്ന്. എന്താണെങ്കിലും നമ്മുടെ ടീംസ് റൈഡൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ബസ്സിൽ കയറാത്തത്. കാരണം ഇറങ്ങാനും കയറാനും വളരെ ചെറിയ ഒരു സ്പേസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇരിക്കാനാണെങ്കിലും നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഫുഡ് കോർട്ടിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ നമ്മളിങ്ങനെ വന്ന് ഈ ഒരു ചെയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഞാൻ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു, ഒരു പിസയും വാങ്ങിച്ചു, പിന്നെ ഇതിനൊരു ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ടിഷ്യൂ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കലാകാരൻ ഉണരും കേട്ടോ. വീട്ടിലെന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പറും സ്പൂണും ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് വെച്ച് ആൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കായിരിക്കും. പോകുന്ന വഴി സൈഡിൽ തന്നെ പ്ലേസ് ഓൺ ഉണ്ടായിരുന്നെങ്കിലും എന്ത് പറ്റുന്നറിയില്ല, കേതിന് ഇന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അവിടെ പോകണമെന്നും പറഞ്ഞില്ല. എന്താണെങ്കിലും അത് വലിയ കാര്യമായി, വലിയ ആശ്വാസമായി. കാരണം സിനിമ കാണാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി എത്തി കേട്ടോ. എന്താണെങ്കിലും സാറ്റർഡേ ആയതുകൊണ്ടാണോ അതോ ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നല്ല റിവ്യൂ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ സത്യനന്ദിക്കാട് സിനിമകളില്ലേ, ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സിനിമകളുടെ ഒരു ടച്ച് എവിടേക്കോ ഫീൽ ആയതായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു സിനിമ കാണാൻ പോകുന്ന പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണെങ്കിലും ആ ഒരു തീരുമാനം ഒരുപാട് ശരിയായി എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. കാരണം കേതിനും ഒരുപാട് നാളുകൾക്ക് ശേഷമുണ്ട് ഒരു സിനിമ എൻജോയ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും അജു വർഗീസിൻ്റെയോ നിവിൻ പോളിയുടെയോ ഒന്നും തിരിച്ചുവരവ് വലിയൊരു കാര്യമൊന്നും ഇല്ലാത്ത ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ സിനിമകളുടെ പോലെ ഒരുപാട് ട്വിസ്റ്റോ ഒന്നും ഇല്ലാതെ ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു സിനിമ ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റും. ആ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ വ്യക്തികളും ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കാൻ ആ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു ഡെയിലി എഫക്റ്റ് ആണെന്ന് തന്നെ വേണേൽ പറയാം.